ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പെട്ടെന്ന് നമ്മുടെ അഞ്ജലി ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാൻ പോണ സമയത്താണ് മുത്തശ്ശി താഴത്ത് ഭയങ്കര ബഹളം. അഞ്ജലി മോളെ യോ ഇവിടെ എവിടെ പോയി കിടക്കാം, ഒന്ന് നിലത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഈശ്വര, മുത്തശ്ശി എന്തിനോ വിളിക്കുന്നുണ്ടല്ലോ, ലാവണ്യ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവോ എന്തോ എന്ന് പേടിച്ചിട്ട് അഞ്ജലി നിലത്തേക്ക് ഓടി വരുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ലാവണ്യനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പറയുന്നുണ്ട്, നീ എന്തിനു അനുവാദം ഇല്ലാതെ എൻ്റെ റൂമിൽ കയറിയെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അതിനാ മുത്തശ്ശിയുടെ റൂമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇത്രയും വൃത്തിയായി കഴിക്കണം എൻ്റെ മുടി വൃത്തികേടാക്കാനാണ് നീ വന്നത്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കൈവെട്ടെടുത്ത് വെക്കണ രീതിയിലേക്ക് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് മരുന്നും സാധനങ്ങളും ഒക്കെ വെച്ചിരുന്ന ഇപ്പോൾ ഒന്നും എവിടെയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടേക്ക് അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും മനോരമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഞ്ജലി ചോദിക്കണ്ടേ, എന്താ മുത്തശ്ശി എന്താ അങ്ങനെ ബഹളം ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഇത് കണ്ടില്ല അഞ്ജലി മോളെ, ഈ പെണ്ണ് കാണിച്ചു ചോദിക്കണത് എൻ്റെ അനുവാദം ഇല്ലാതെ ആടത്തും ഈ റൂമിൽ കയറുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇപ്പം നോക്കി, ഇവൾ എൻ്റെ റൂം വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്, ഇപ്പോൾ വൃത്തികേടാക്കി എൻ്റെ റൂം നോക്ക്, എൻ്റെ മരുന്നും വെള്ളവും ഒക്കെ വെച്ച സ്ഥലത്ത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ബുക്കും ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കേണ്ട, അതെല്ലാം ഞാൻ തന്നെ വൃത്തിയാക്കി പഴയ പോലെ വെക്കാം. വേണ്ട, ഇതാരാണോ വൃത്തികേടാക്കിയത് അവർ തന്നെ വൃത്തിയാക്കി വെക്കട്ടെ, ഈ പെണ്ണിന് വല്ല ബോധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഭയങ്കര ചീത്ത പറയാം കേട്ടോ. ആ സമയത്ത് ശ്രുതി മുത്തശ്ശി ക്ഷമിക്കണം, എന്താ ശ്രുതി മോളെന്ന് ചോദിക്കുമ്പോൾ, അത് മുത്തശ്ശിയുടെ റൂം ഇങ്ങനെ അങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ ലാവണ്യ മേഡത്തിനടുത്ത് പറഞ്ഞത് ഞാനാ. ശ്രുതി മോളെ നീയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ തന്നെയാണ് മുത്തശ്ശി പറഞ്ഞത്. ലാവണ്യ മേഡം ഓരോരോ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടി വൃത്തിയാക്കേണ്ടതും അടച്ചു പറക്കി വെക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ഞാനാ ലാവണ്യ മേഡത്തിൽ പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ തന്നെ വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ശ്രുതി മോളെ, എല്ലാവരും എൻ്റെ റൂമിൽ നിന്ന് പോയിക്കേ, എനിക്ക് കുറച്ചൊരു സമാധാനത്തോടെ ഇരിക്കണം, എല്ലാവരും പോകാനാ പറഞ്ഞത്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ശ്രുതി അവിടെ നിന്ന് നിന്നേ എന്ന് പറയുവാണ്, ബാക്കി എല്ലാവരും എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ ശ്രുതി പറഞ്ഞു, നീ ആ വാതിലൊന്ന് അടച്ചേ എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി വാതിലടക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി, എന്താ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്, നീ നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, കള്ളത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാത്ത പെൺകുട്ടി, എന്നിട്ട് ഇപ്പോൾ ലാവണ്യ ചെയ്ത കള്ളത്തരത്തിന് നീ കൂട്ടു നിന്നല്ലേ, അവൾ ചെയ്ത തെറ്റ് നീ സ്വയം ഏറ്റെടുത്ത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, വേണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോൾ മുത്തശ്ശി അതുകൊണ്ടിട്ടല്ല ലാവണ്യ മേഡത്തിന് ഇവിടെ വന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാണ്ടിട്ടല്ല കൊണ്ടുവന്നത്. അപ്പോൾ ലാവണ്യ മേഡം എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് അത് തിരുത്തി കൊടുക്കല്ലേ മുത്തശ്ശി വേണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാന്ന് പറയുമ്പോൾ, എന്നാലും ഇതൊന്നും നല്ല പെൺകുട്ടിക്ക് ചേർന്നതല്ല മോളെ, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ പറയുവാണ്. പോവാൻ നോക്ക്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറയുവാണ്. സോറി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. വാതിക്കലെത്തുമ്പോൾ മുത്തശ്ശിനൊന്നും കൂടി നോക്കുവാണ്. മുത്തശ്ശിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുന്നുണ്ട്. ശ്രുതി അവിടെ നിന്ന് പോകുവാട്ടോ. അങ്ങനെ ശ്രുതി വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ വരുന്നുണ്ട്. എന്താ മുത്തശ്ശി നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, കാർട്ടൂൺ ബേബി സോറി, നീ എനിക്ക് വേണ്ടിയിട്ടാണ് ആ കുറ്റം ഏറ്റെടുത്തതിലെ, എന്തിനാ കാർട്ടൂൺ ബേബി നീ എനിക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മേഡം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്നെ എല്ലാവരും പ്രശംസിക്കാറുണ്ട്, അപ്പം മേഡത്തിന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനല്ലേ ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുക്കേണ്ടത്. ഓ മൈ കാർട്ടൂൺ ബേബി, നിന്നെ ഞാൻ ഇനി മുതൽ കാർട്ടൂൺ ബേബി എന്ന് വിളിക്കില്ല, ശ്രുതി എന്ന് പറയുകയാണ്. താങ്ക് യു സോ മച്ച് ശ്രുതി എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ ഒരുപാട് അടുത്തില്ലേ മേഡം, ഇനി എന്തിനാ എന്നെ ശ്രുതിയെന്നും കാർട്ടൂൺ ബേബി എന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല മേഡത്തിന്, ഇനി എന്നെ എന്തും വിളിക്കാമല്ലോ എന്ന് പറയുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലാവണ്യ പറയണ്ടേ, എന്തായാലും നീ വളരെയൊക്കെ നല്ലൊരു കാര്യമാണ് കാർട്ടൂൺ ബേബി ചെയ്തത്, ശ്രുതി ചെയ്തത്, എനിക്ക് വളരെയധികം സ്നേഹം ഇപ്പോൾ നിന്നോട് തോന്നുന്നുണ്ട് എനിക്ക് എന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ലാവണ്യയുടെ ഫോണിലേക്ക് കൂട്ടുകാരി വിളിക്കുക കേട്ടോ. ശ്രുതി ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ ലാവണ്യ പുറത്തേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രുതി കാണുക കേട്ടോ. ആ സമയത്ത് ശ്രുതിയും അശ്വിനും കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. അതിനുശേഷം ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, സാറിൻ്റെ മുഖത്ത് എൻ്റെ മുഖത്ത് എന്താ അല്ല കവിളിൽ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ കവിള് തട്ടുക. ആ സമയത്ത് ആ കവിളിലെ ഇപ്പുറത്തെ കവിളിൽ എന്താ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ കവിളിങ്ങനെ തുടയ്ക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ അടുത്തേക്ക് വരും. ശ്രുതി ഇങ്ങനെ തുടച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമായിരിക്കോട്ടെ. ആ സമയത്താണ് ലാവണ്യ വരുന്നത്. ഓ ബേബി, മുഖത്ത് എന്താ ഇരിക്കുന്നത്, വാ ഞാൻ തുടച്ചത്, ഇതൊക്കെ എന്താ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം ഇങ്ങനെ തൂത്തി കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് മാറിപ്പോകുകയാണ്. ശ്രുതിയും അശ്വിനും ആ സമയത്തൊരു നോട്ടമുണ്ട്. അശ്വിന് വല്ലാത്തൊരു എന്താ പറയുക, ശ്രുതി വന്ന് തുടച്ചു തരണോ എന്നെങ്കിൽ ശ്രുതിനെ അടുത്ത് കുറച്ചുകൂടി കിട്ടണോ എന്ന് അശ്വിനെ തോന്നും. അതുപോലെ തന്നെ ശ്രുതിക്കും അങ്ങനെ തന്നെയാണ്. അശ്വിനടുത്ത് കുറച്ചു നേരം നിന്നാൽ കൊള്ളാമെന്നുണ്ട്. ശ്രുതിക്ക് ലാവണ്യ അശ്വിൻ്റെ മുഖം തുടച്ചെടുക്കണ കാണുമ്പോൾ ആകെ ഒരു പരിണത ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് ശ്രുതി അവിടെ നിന്ന് മാറിപ്പോകുക കേട്ടോ. അതിനുശേഷം ശ്യാം നമ്മുടെ അഞ്ജലിനെ വിളിക്കുവാണ്. എന്താ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലേ രാജകുമാരി, നീ ആ നെക്ലസ് എടുത്ത് ഇട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് ശ്യാമേട്ടാ ഞാൻ ഇടാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആ സമയത്ത് താഴത്തൊരു ബഹളം. എന്ത് ബഹളം, അത് ലാവണ്യ മുത്തശ്ശിയുടെ റൂമിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ
അടക്കി പിറക്കി വെക്കുന്ന രീതിയിൽ വേറെ വേറെ സ്ഥലത്ത് വെച്ചു. അതിന് മുത്തശ്ശി ഭയങ്കര വഴക്കായിരുന്നു. അതൊക്കെ പോട്ടെ, നീ ആ നെക്ലസ്സൊക്കെ എടുത്തിട്, ഞാനൊന്ന് കാണട്ടെ, ഞാൻ ഇപ്പം ഇടാം, ചേട്ടനൊന്ന് നിൽക്കേ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്ട് നെക്ലസ് നോക്കുമ്പോഴേക്കും നെക്ലസ് കാണില്ല. അയ്യോ ചേട്ടാ, നെക്ലസ് കാണുന്നില്ലല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവും, നീ ശരിക്കും നോക്ക് എന്ന് ശ്യാം പറയുമ്പോൾ വീണ്ടും നമ്മുടെ അഞ്ജലി അവിടെ ഇവിടെയൊക്കെ നോക്കുക. ഇല്ല ചേട്ടാ, ഇവിടെയൊന്നും കാണുന്നില്ല ചേട്ടാ, ഞാനൊന്ന് ഫോം വെക്കട്ടെ, ഞാൻ നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഫോൺ കട്ട് ചെയ്യുക. ആ സമയത്ത് ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, അവിടെ പണി തുടങ്ങി ശ്രുതി, ഇതിനെക്കിട്ടിപ്പോൾ പണി കിട്ടും, ഇതല്ലാതെ എനിക്ക് വേറൊരു മാർഗ്ഗമില്ല ശ്രുതിക്കുട്ടി എന്ന് ശ്യാം ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി കാര്യം മുത്തശ്ശിയെടുത്ത് പറയേണ്ടത്, മുത്തശ്ശിയും അഞ്ജലിയും മനോരമയും ശ്രുതിയൊക്കെ നിരന്ന് നിൽക്കുവാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, പുറത്തുനിന്ന് ഒരാൾ അല്ലാണ്ട് വേറെ ആരും ഈ മാല എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഞ്ജലി മോളുടെ റൂമിൽ ഞാൻ അനുവാദം കൂടാതെ കയറാറൊന്നുമില്ല, പിന്നെ കയറുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ, അതാരാ മനോരമേ നീ അങ്ങനെ പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കുവാണ്. അഞ്ജലിയുടെ മോളുടെ മുറിയിൽ അനുവാദമില്ലാതെ ആര് കയറുന്ന കാര്യമാണ് നീ പറഞ്ഞത്? അത് കയറുന്നവർക്കറിയാം എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, എന്താ ആൻറ്റി എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? അയ്യോ മോളെ, ഞാൻ മോളെ ഉദ്ദേശിച്ചില്ല പറഞ്ഞത്, അല്ലെങ്കിൽ മോളെ ഈ വീട്ടുകാരിയല്ലേ, ഞാൻ പുറത്തുനിന്ന് വന്നവരെ ഉദ്ദേശിച്ചത് എന്ന് പറയാണ്. ഇവിടെ ഒരു രാമേട്ടനുണ്ട്, രാമേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ പുറത്ത് ബാഗായിട്ട് വന്നത് ആരാണോ അവരായിരിക്കും അഞ്ജലി മോളുടെ ആഭരണം എടുത്തത്. എന്തായാലും അഞ്ജലി മോൾക്ക് എന്തോ ഒരു ആഭരണമുണ്ട്, ഇത്രയും കനം കൂടിയ ആഭരണം തന്നെ നോക്കിയെടുത്തല്ലോ എന്നൊക്കെ നമ്മുടെ മനോരമ ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്താ ആൻറ്റി എന്നെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ അങ്ങനെ നിന്റെ പേര് പറഞ്ഞൊന്നുമില്ലല്ലോ, ബാഗായിട്ട് വന്നത് ഇപ്പോൾ നീ മാത്രമല്ലേ, അപ്പോൾ ആ ബാഗ് പരിശോധിക്കണേൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മാഡത്തിന് എൻ്റെ ബാഗ് പരിശോധിക്കാം, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയണ്ട, അയ്യോ വേണ്ട ശ്രുതി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ആൻറ്റി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനത് എവിടെയെങ്കിലും വെച്ച് മറന്നുപോയതായിരിക്കും, സാരമില്ല മാഡം, എന്തായാലും മനോരമ ആൻറ്റിക്ക് ഒരു സംശയം ഉണ്ടല്ലോ, ആ സംശയം തീർത്തു കൊടുക്കാം എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, മനോരമ ആൻറ്റി അതൊരിക്കലും ശ്രുതി അങ്ങനെ ചെയ്യില്ല. ലാവണ്യ ബേബി നീ എൻ്റെ സൈഡാണ് നിൽക്കേണ്ടത്, കാർട്ടൂൺ ബേബിയുടെ സൈഡിൽ നിൽക്കല്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി ബാഗിൽ ഓരോരോ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വെക്കുക കേട്ടോ. ആദ്യം വെള്ളം കുപ്പി എടുത്ത് വെക്കുകയാണ്, അതിനുശേഷം കപ്പലണ്ടിയും കടലയും അതൊക്കെ എടുത്ത് മാറ്റി മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മുടെ മനോരമ ചോദിക്കുന്നുണ്ട്, എന്താ കാർട്ടൂൺ ബേബി കീറസാരിക്കാരി, നിനക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കപ്പലണ്ടി ബിസിനസ് ആണോ? അല്ല, കപ്പലണ്ടിയും കടലയൊക്കെ നിൻ്റെ ബാഗിലുണ്ടല്ലോ എന്ന് പറയുവാണ്. അതിനുശേഷം ശ്രുതി ഓരോരോ സാധനം എടുത്ത് വെക്കുന്ന സമയത്ത് ഒരു ചുവന്ന കവറിൽ ഒരു പട്ട് മൂടിയിട്ടൊരു സാധനം ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ ശ്രുതി കയ്യിലേക്ക് എടുക്കുമ്പോഴേക്കും നമ്മുടെ മനോരമ അഞ്ജലി എടുത്ത് പറയുന്നുണ്ട്, നോക്ക് കണ്ടോ എന്ന രീതിയിൽ മനോരമ ഇങ്ങനെ നോക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. ശ്യാം ആകെ സന്തോഷത്തിലാണ്. ഈ സമയത്ത് ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പോൾ ശ്രുതിനെ പിടികൂടി കാണുമായിരിക്കും, അവൾ എല്ലാവരും കൂടി പുറത്താക്കി കാണുമായിരിക്കും എന്നൊക്കെ ശ്യാം മനസ്സിൽ സ്വപ്നം കാണുന്ന സമയത്ത് അമ്മായി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ശ്യാമോനെ പുറത്തെന്തൊരു ചൂടാ, മാർക്കറ്റിൽ പോയി കുഴഞ്ഞു എന്ന് പറയുമ്പോൾ ആൻറ്റിക്ക് എന്നോട് പറയാൻ പാടില്ല, ഞാൻ മാർക്കറ്റിൽ പോയാലോ, എത്രയെന്ന് വെച്ചിട്ടാണ് മോനെ ബുദ്ധിമുട്ടിപ്പിക്കണത്, അതുകൊണ്ട് ഞാൻ തന്നെ പോയി. അല്ല മോനിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്തോ ഇന്ന് വല്ലാതെ സന്തോഷം ആൻറ്റി, എനിക്ക് തോന്നുക ഇന്ന് നല്ലൊരു ദിവസമായിരിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ നല്ലൊരു ജിലേബിയും ആൻറ്റിക്ക് നല്ലൊരു നാരങ്ങ വെള്ളം എടുത്ത് തരട്ടെ. മോൻ ജിലേബി ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? പിന്നെ അല്ലാതെ മോൻ ജിലേബി ഉണ്ടാക്കണമെന്ന് അറിഞ്ഞാൽ ശ്രുതി മോൾക്ക് ഒരുപാട് സന്തോഷവും, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ആൻറ്റി ഞാൻ ഈ കേക്ക് ചെയ്യണത്. നടക്കട്ടെ എന്ന് ആൻറ്റി നമ്മുടെ ശ്യാമിനോട് പറയുന്ന സമയത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.